ഒരുപാട് കണ്ടുവരുന്ന ഇതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം പണ്ടൊക്കെ നമുക്കാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഹേർട്ട് ആവോന്ന് വിചാരിച്ച് നമ്മളൊരു പരിധി വരെ അതിന് പോവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല. മറ്റാൾക്ക് ഇപ്പൊ എന്തായാലും നമുക്കൊരു വിഷയമല്ല എന്നുള്ള രീതിക്കാണ്. അത് അധികം ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ചീറ്റിങ്ങിനെ എല്ലാവരും എപ്പോഴും വിചാരിക്കുക ഫ്ലേർട്ടിംഗ് ആണെന്നാണ്. അതായത് ഇപ്പൊ മെഹറും ഒരാളും തമ്മിൽ പ്രണയത്തിലാണ്. അപ്പൊ മെഹർ അറിയാതെ അയാൾ വേറൊരു പെണ്ണുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതിനെയാണ് ചീറ്റിംഗ് നമ്മൾ വിചാരിക്കുന്നത്. സത്യത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നതിന് വെറും ഫ്ലേർട്ടിംഗ് ആയി മാത്രം നമ്മൾ ചുരുക്കി കാണരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കൊരാളെ ഇഷ്ടമല്ല, അതിപ്പോ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കാം. എനിക്ക് ഒരാളോട് ഭയങ്കരമായ ശത്രുതയുണ്ട്. അപ്പൊ എന്റെ പാർട്ട്ണർ അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് പോലും ഒരു പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എല്ലാ മനുഷ്യരും സെൽഫിഷ് തന്നെയാണല്ലോ. നമുക്കിപ്പോ നമ്മളെന്തായാലും മദർ തെരേസയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഉള്ളിലുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ ഇമോഷണലി നമ്മൾ എന്താ പറയാ, എനിക്ക് ഇന്ന ആളുമായിട്ട് നീ ഒരു സൗഹൃദം കീപ്പ് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടാ, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളറിയാതെ, അതായത് നമ്മുടെ ബാക്കില് അവര് തമ്മിൽ ഒരു സൗഹൃദം കൊണ്ട് നടക്കുന്നത് പോലും ചീറ്റിംഗ് ആണ്. അതായത് ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസി ഇല്ലായ്മ എന്ന് മാത്രമാണ് അർത്ഥം. നമ്മൾ അറിയാതെ അവരെന്ത് ചെയ്താലും, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിരിക്കാം, നമ്മളറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർ ചെയ്യുന്നു, അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പിന്നീട് ഒരു ദിവസം നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം എത്ര മാത്രമായിരിക്കും. എപ്പോഴും നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാവും അല്ലെ. ശത്രുവിന്റെ നീക്കം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിന്നിട്ടാണ് ഇമാതിരി കളികളൊക്കെ കളിക്കണമെന്ന് അറിയുമ്പോണ്ടല്ലോ നെഞ്ച് പൊളിഞ്ഞു പോകുന്ന ഒരു വേദനയായിരിക്കും. ടീച്ചർ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ഇപ്പം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ ഡയറക്റ്റ് തന്നെ പറയാ എനിക്ക് നീ ഓക്കെ അല്ല. അതല്ല ഇപ്പൊ പറയുകയാണെങ്കിൽ ചോദിക്കുമ്പോ അവനക്കാണെങ്കിൽ ഉള്ള സമയത്ത് തന്നെ വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രേക്കപ്പ് സ്റ്റോറീസ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഒരാളിൽ മാത്രം ഒതുങ്ങാണ്ട് വേറൊരു മറ്റൊരു റിലേഷൻഷിപ്പിനൊക്കെ ഇപ്പൊ ആളുകൾ ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അധികം ആളുകൾക്ക് ഇത് എന്താ പറയാ കല്യാണം വരെയുള്ള ഒരു ടൈം പാസ് അല്ലെ. ശരിക്കും നമ്മൾ തമ്മിലെ ഒരു രണ്ടാളുകൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ അവരുടെ തന്നെ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റുകൾ സ്ക്രോൾ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം മിക്കവാറും നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമായിരിക്കും ആ തേച്ച ആൾ ഇട്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴും ബ്രേക്കപ്പ് ആവുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈകൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ അവരെ എഫേർട്ട് എടുത്തിട്ട് നീ കഴിച്ചോ, നീ കുളിച്ചോ, നീ ഓക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റയർ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്. അതാണ് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നതാണ്, റിലേഷൻഷിപ്പില് പ്രണയത്തില് ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രണയമുള്ളൂ, മറ്റേ പ്രണയം അഭിനയിക്കുന്ന ആള് മാത്രമാണെന്ന് പറഞ്ഞതിന് അതിന്റെ താഴെ കുറെ ആളുകൾ കമന്റ് ഇട്ട് അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നു. സത്യമാണത്. നിങ്ങൾ തന്നെ ഒന്ന് ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കണ കാര്യം, ഈ കോടാനുകോടി ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഏറ്റവും തെറ്റായ സെലക്ഷനിലേക്ക് എന്നെ നമ്മൾ എത്തുന്നതാണ് മനസ്സിലാവാത്ത അല്ലെ. അതെന്തായിരിക്കും അതെന്താണെന്നറിയോ, നമ്മുടെ തന്നെ ഒരു പഴയ ഒരു പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണെന്നാ പറയണത്. അതായത് നമ്മുടെ തന്നെ ഒരു പാസ്റ്റ്, ഇപ്പൊ എനിക്കൊരു 2-3 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ ഒരു പഴയ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ആ പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്താണോ കുഴപ്പം? അല്ല, നമ്മൾ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പറ്റിയ ആളുകളിലേക്ക് മാത്രമേ നമ്മൾ അട്രാക്റ്റഡ് ആവുള്ളൂ. അതങ്ങനെയാണ്, ആ അട്രാക്ഷൻ തിയറി അങ്ങനെയാണ്. അതായത് നമുക്ക് എപ്പോഴും അങ്ങനത്തെ ആളുകളെ അട്രാക്റ്റഡ് ആവാനാണ് നമ്മുടെ വിധി, അങ്ങനെ വരൂ. പിന്നെ ഇപ്പൊ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനെ പറ്റി ടീച്ചർക്ക് എന്താ തോന്നുന്നത്? ഈ റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ നമ്മളിപ്പോ അതിന് പേരിട്ട് വിളിക്കണതല്ലേ. പണ്ടുകൂടി ഈ സാധനങ്ങളൊക്കെ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ബന്ധവും മുന്നോട്ട് പോവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം, പ്രേമം സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബഹുമാനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം 4 ആൾ കൂടുന്ന സദസ്സിൽ ഞാൻ ചിലപ്പോൾ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ ആളാവാൻ വേണ്ടി എന്റെ പാർട്ട്ണറെ ചീത്ത വിളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ ഒരു സ്നേഹമില്ല, ഒരു കോപ്പില്ല അല്ലെ. സ്നേഹമുള്ള ഒരാള് നമ്മളുടെ പാർട്ട്ണർ അവിടെ അപമാനിതയാവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അതാണ് നമ്മളുടെ അവരുടെ റെസ്പെക്ട് എന്നും ഉയർന്നു നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അതല്ലാതെ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ കുറച്ചൊന്ന് താഴ്ത്തി പറയാൻ അവളെയോ അവനെയോ താഴ്ത്തി പറയാൻ തയ്യാറാവണമെങ്കിൽ അവിടെ സ്നേഹമൊന്നുമില്ല, വെറും പ്രകടനവും പ്രഹസനവും മാത്രമാണ്. അപ്പൊ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ബന്ധവും ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് പോയിട്ടില്ല. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഏറ്റവും നല്ലൊരു കപ്പിളിനെ
ഫിലിം ഫീൽഡിലുള്ള ഒരു കപ്പിളിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നു പറയും? ജ്യോതിക, സൂര്യ, അതുപോലെ തന്നെ ജനീലിയ, ഹൃദേശ് ദേശ്മുഖ്. വയല് പറ്റണ പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്നൊരു കപ്പിളാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര്. ഒരു വട്ടം എവിടെ ഒരു ഇന്റർവ്യൂല് എന്താ പറയുക, ഞങ്ങൾ ഒരു വട്ടം പോലും ഒരു വാക്ക് തർക്കം ഒരു ആർഗ്യുമെന്റ് ഒന്നും, തെറ്റ് വാക്ക് തർക്കം ആർഗ്യുമെന്റ് ഇല്ലാത്ത ഒരു നല്ല റിലേഷൻ ഇവിടുന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ എവിടെയോ വാക്ക് തർക്കം ആർഗ്യുമെന്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പാണ് ഞാൻ പറയണേ. മുട്ടൻ അടികൾ ഉണ്ടാവണം. ഞാനത് എവിടെയെങ്കിലും ഡോക്ടർക്ക് എന്തായാലും കാണിച്ചു തരും. മുട്ടൻ അടികൾ ഉണ്ടാവണം. അത് അവര് പറഞ്ഞല്ലേ, നമ്മൾ തമ്മിൽ തല്ലുകൂടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റാളെ പേടിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതായത് തല്ലുകൂടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ അയാളെ ഭയങ്കരമായി പേടിക്കുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിലനിന്ന് പോകാനായിട്ട് ഞാൻ അയാളെ പേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ പോലും പറയാതെ ഞാൻ സ്വയം സഫർ ചെയ്യുന്നിടത്താണ് തല്ലുകൂട്ടില്ലാണ്ടിരിക്കുക. ചിലപ്പോൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കും മെഹർ വന്നിരുന്ന ചില ഡയലോഗുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ മെഹറിന്റെ അടുത്ത് അത് പറയാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ മെഹറിന് വിഷമാവോ, അതല്ലെങ്കിൽ ഞാനും മെഹറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ എന്ന് ആലോചിക്കുമ്പോൾ പറയുന്നില്ല. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് അല്ല, മുട്ടൻ അടികൾ ഉണ്ടായിട്ട് ആ അടികളിൽ നിന്ന് തിരിച്ചു വരുന്നവരാണ്. അതായത് നമ്മൾ തല്ലുകൂടുന്നത് എപ്പോഴും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതായത് നമുക്ക് ഒരേ അടി തന്നെ ആവർത്തിക്കരുത്, പുതിയ പുതിയ അടികൾ ഉണ്ടാക്കണം. അതിന് ത്രില്ലിംഗ് ആയിട്ടുള്ള അടികൾ ഉണ്ടാക്കണം. അടി കഴിഞ്ഞിട്ട് കൂട്ടാവുന്നില്ലേ, ഭയങ്കര രസാ അല്ലെ, ഭയങ്കര സ്നേഹം. അപ്പൊ എന്നും ഇങ്ങനെ അടിയിലാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ രസമുള്ളത്? നല്ല നല്ല അടികൾ ഉണ്ടാവും. പക്ഷെ അടി കൂടുമ്പോഴും നമ്മുടെ ഉള്ളില് ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അടി കൂടേണ്ടത്. അടി കൂടുന്ന സമയത്ത് ഞാൻ ജയിക്കണം എന്നുള്ള ചിന്തയിലല്ല അടി കൂടേണ്ടത്. അതായത് ഇതിന്ന് നമുക്കൊരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് തല്ലുകൂടണം. അതായത് നമ്മളിങ്ങനെ പുറകിലാണെങ്കിലും കൈ മുറുകെ, അതായത് പുറത്തേക്ക് അല്ലെങ്കിലും നമ്മുടെ കൈ വിട്ടിട്ടുണ്ടാവരുത്. രണ്ടുപേരും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചിട്ടായിരിക്കണം അടി മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എപ്പോഴും ഒരു പോസ്റ്റർ കണ്ടത് ഓർക്കുന്നു. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടിയിരിക്കുകയാണ്. പക്ഷെ ആ പോസ്റ്ററിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ നല്ല മഴയത്ത് ഭാര്യ ഇരിക്കുകയാണ്. അത് ആ പോസ്റ്ററിന്റെ ഒരു സംഭവം ഇങ്ങനെയാണ്, നല്ലൊരു മഴയത്ത് ഒരു ഭാര്യ ഇങ്ങനെ ഇരിക്കണം. അപ്പം അവർ തല്ലുകൂടിയിട്ടിരിക്കുക. പക്ഷെ ഭർത്താവ് ഇങ്ങനെ ഗൗരവത്തില് കൊട ഇങ്ങനെ നീട്ടി പിടിച്ചു കൊടുത്തിരിക്കണം. അതിനർത്ഥം അവര് തമ്മില് പുറമേക്ക് തല്ലുകൂട്ടത്തിലാണ്, പക്ഷെ ആ കെയറിംഗ് ഉണ്ട്, ആ ഒരു ഇഷ്ടം അവിടെ ഉണ്ട്. ആ രീതിയിൽ വേണം ആ തല്ലൂട്ടം മുന്നോട്ട് പോകാൻ. അതായത് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആ തർക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കേൾക്കുന്നതാണ്, ആദ്യം റിലേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇവോൾവ് ചെയ്ത് വരല്ലേ. നമ്മൾ ഡേ വണ്ണിലുള്ള അതുപോലെ തന്നെ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയണ ആ ഒരു ഡേ വണ്ണിലുള്ള ആള് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാവുന്നത്. കാരണം ആദ്യത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ വളരെ ഫോർമൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ലവ് ബോംബിംഗ് ഇതൊക്കെയാണ് അതിനെ പറയാം. അതായത് നമ്മൾ അവരെ പ്ലീസ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർ പറയാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നു. അവരുടെ ബർത്ത്ഡേസും അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അന്ന് എന്നെ എത്രമാത്രം അവന് ഒലിപ്പിച്ച് സംസാരിക്കാറുണ്ട്, എത്ര മണിക്കൂറുകളോളം ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വന്നല്ലോ. അത് ഇവോൾവ് ചെയ്ത് വരും. ആദ്യത്തെ ഡേ 1 നമ്മൾ പരിചയപ്പെട്ട അതേ ആളായിരിക്കില്ലല്ലോ ഇപ്പോഴും ഉണ്ടാവുക. പക്ഷെ ആ സ്നേഹത്തിന്റെ എലമെന്റ് കുറയാതെയുള്ള ഇവോൾവിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ.